രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ശ്രീരംഗത്ത് എത്തിച്ചേരുന്നത്. തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിലായി റോഡരികിൽ ആ ഒരു രാത്രി കഴിച്ചുകൂട്ടേണ്ടി വന്നു. അതിരാവിലെ ക്ഷേത്രത്തിലേക്ക് ആളുകൾ പോകുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ക്ഷേത്രത്തിനടുത്തായി ഒരു അമ്മാ മണ്ഡപമുണ്ട്. അതിനോട് ചേർന്ന് കാവേരി നദി ഒഴുകുന്നു. ഞാൻ വേഗം തന്നെ നദിയിൽ നീന്തിക്കുളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളിക്ക് 7 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരക്ഷേത്രമാണ് രംഗനാഥ സ്വാമി ക്ഷേത്രം അഥവാ ശ്രീരംഗം ക്ഷേത്രം. 7 മതിലുകൾ ചേർന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലുപ്പത്തിൽ ഒന്നാമതാണ്. 21 ഗോപുരങ്ങൾ ഉള്ളതിൽ ഏറ്റവും വലുത് രാജഗോപുരം. 13 നിലകളും 72 മീറ്റർ ഉയരമുള്ളതും ആണ്. ഇതാണ് ആദ്യത്തെ ഗോപുരം, ഏറ്റവും വലിയ ഗോപുരം, രാജഗോപുരം എന്ന് നമ്മൾ പറയപ്പെടുന്ന ഗോപുരം. ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് കിട്ടുന്നത്. ആളുകളൊക്കെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സൈക്കിളിലും വണ്ടികളൊക്കെ ആ ഗോപുരത്തിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളൊക്കെ പോകുന്നുണ്ട്. 2 സൈഡിലായിട്ട് കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ഗോപുരങ്ങൾ കടന്നു നമ്മൾ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ്. സത്യത്തിൽ നമ്മുടെ മുന്നിൽ ഈ കാണുന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്. നമ്മുടെ ഭാരതത്തിന് അഭിമാനിക്കാവുന്ന, എന്നെന്നും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓരോ ഗോപുരത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചിത്രകലകളും ശില്പശാസ്ത്രവും ഒക്കെ നമുക്ക് കാണാം. കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളിലെ ഓരോ ഡീറ്റെയിൽസും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരിക്കും. കാരണം ഇത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുക എന്നൊരു ചിന്ത ശരിക്കും നമ്മളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു വലിയ ക്ഷേത്രം തന്നെയാണിത്. ക്ഷേത്രത്തിന്റെ കവാടത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കാണാം, ഒരു ബോർഡ് കാണാം. അതുവഴിയാണ് നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യേണ്ടത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ ഷൂസും ബാഗുകളും ഒക്കെ വെക്കാനായിട്ട് ഒരു ലോക്കർ സംവിധാനമുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ എന്നെപ്പോലെ പോകുന്ന, ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് റൂമോ കാര്യങ്ങളോ ഒന്നും എടുക്കാനുള്ളൊരു സംവിധാനമൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ബാഗും ഷൂവും കാര്യങ്ങളും ഒക്കെ അഴിച്ചു വെക്കാനായിട്ടാണ്. കാരണം ബാഗും കാര്യങ്ങളും ഒന്നും ഇങ്ങനെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നമുക്ക് അകത്ത് അലോഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇവിടെ എന്തായാലും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. വെറും 5 രൂപ മാത്രമാണ് അതിന് ചാർജ് ഈടാക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സംഗതി തന്നെയാണ്. ഇനി ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. ഇതുവഴിയാണ് പോകുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. 156 ഏക്കർ വിസ്തീർണത്തിൽ പരന്നുകിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം വൈഷ്ണവാരാധനയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. അനന്തശയന രൂപത്തിൽ ഭീമാകാരമായ വിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. 1310-11 കാലത്ത് മാലിക് കാഫിർ പടയോട്ടത്തിൽ വിഗ്രഹം ഡൽഹിയിലേക്ക് കടത്തിയിരുന്നു. ഭാരതത്തിലെ ഏറ്റവും വിസ്താരമേറിയ കൂറ്റൻ മഹാക്ഷേത്രമാണ് ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രം. കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളും ചിത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് തൂണുകളും ഒക്കെയായി അതിമനോഹരമായി നിൽക്കുകയാണ് ശ്രീരംഗം ക്ഷേത്രം. ഭാരതത്തിൽ നിന്നും ഭാരതത്തിനു പുറത്തു നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട് ഇവിടെ. തിരുച്ചിറപ്പള്ളിക്കടുത്ത് ശ്രീരംഗം ദ്വീപിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു ക്ഷേത്രമാണിത്. ഇവിടെ ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. തെക്കോട്ട് ദർശനമായാണ് ഇവിടെ പ്രതിഷ്ഠ. ഇത്തരത്തിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്.
എത്ര നടന്നാലും കണ്ടു തീരാത്തത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ട അയ്യപ്പന്മാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈന്ദവ പുരാണത്തിൽ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണിത്. ഏതൊരു ഹിന്ദു മതവിശ്വാസിയും തീർച്ചയായും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. അനന്തശായി രൂപത്തിലുള്ള ഇവിടുത്തെ വിഗ്രഹം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. മഹാലക്ഷ്മി ഇവിടെ രംഗനായകി എന്ന് അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി, ധന്വന്തരി തുടങ്ങി മഹാവിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളും രാമാനുജാചാര്യരും ആഴ്വാരുമടക്കമുള്ള ആചാര്യന്മാരുമുണ്ട്. കൂടാതെ തുമ്പിക്കൈ ആഴ്വാർ എന്ന പേരിൽ ഗണപതിയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ക്ഷേത്രത്തിന് വെളിയിലെത്തി. ഒരുപാട് തിരക്കേറിയ ഒരു റോഡാണ് അതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോഴാണ് ക്ഷേത്രത്തിന് മുന്നിലായി നിൽക്കുന്ന ഒരു ആനയെ ഞാൻ കണ്ടത്. എനിക്ക് ആ ആനയെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. എന്തൊരു ഭംഗിയാണ് ആ ആനയെ കാണാനായിട്ട്. കുറിയൊക്കെ തൊടിയിച്ച് അവൻ ആടിയുള്ള ഒരു നിൽപ്പ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. എന്തായാലും ശ്രീരംഗം ക്ഷേത്രം എനിക്ക് സമ്മാനിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അങ്ങനെ ഞാൻ ലോക്കർ റൂമിനരികിലെത്തി. ഷൂവും ബാഗും ഒക്കെ അവിടെ നിന്ന് തിരിച്ച് കളക്ട് ചെയ്തു. അങ്ങനെ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ യാത്രയുടെ മുന്നോട്ടുള്ള വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.